ഓം ശാന്തി. ഒരു രാജ്യത്ത് നികുഞ്ച് എന്നു പേരുള്ള ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. അവൻ വളരെ ബുദ്ധിശാലിയായിരുന്നു, നല്ല സാമർഥ്യക്കാരനായിരുന്നു. പക്ഷെ എന്നിരുന്നാലും തൻ്റെ രാജ്യത്തെ ഓരോ അവസ്ഥകൾ കാണുമ്പോൾ അവൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഒരു രാജ്യത്ത് ചെറുതും വലുതുമായ ചില വഴക്കുകൾ, പ്രജകൾക്കിടയിലെ പ്രോബ്ലങ്ങൾ, രാജദർബാറില് രാജനീതിയിൽ ഉണ്ടാകുന്ന ചില കുഴപ്പങ്ങൾ, മന്ത്രിമാരുടെയും അതുപോലെ ഓഫീസേഴ്സിന്റെ എല്ലാം പലതരം കംപ്ലൈന്റുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവൻ ചിന്തിച്ചു, ഇത്രയെല്ലാം പ്രോബ്ലങ്ങൾക്ക് നടുവിൽ ഞാൻ എങ്ങനെയാണ് ഒരു രാജാവായിട്ട് ജീവിക്കുക ഭാവിയിൽ? ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? രാജ്യത്ത് എന്നും ഓരോ തരത്തിലുള്ള പ്രോബ്ലങ്ങളാണല്ലോ. എല്ലാ പ്രോബ്ലങ്ങളും അവസാനം എൻ്റെ അടുക്കലാണ് വരുന്നത്. പ്രജകളുടെ ആയാലും രാജകൊട്ടാരത്തിലായാലും എന്തിനും ഞാനാണല്ലോ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്യും എന്ന് അവൻ തൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്തും ചിന്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ ഒരു വൃദ്ധനായ തപസ്വിയുടെ അരികിലെത്തി. അവൻ ആ തപസ്വിയോട് പറഞ്ഞു, തൻ്റെ വിഷയങ്ങളെല്ലാം അവതരിപ്പിച്ചു. അപ്പോൾ അവൻ്റെ ആ ന്യായമായ ശരിയായ സംശയങ്ങളെല്ലാം കേട്ട ശേഷം ആ തപസ്വി രാജകുമാരനോട് പറഞ്ഞു, രാജകുമാര, എപ്പോൾ വരേക്കും നീ ഈ പ്രശ്നങ്ങളുടെ ക്യൂവിൽ നിൽക്കുന്നുവോ അതുവരേക്കും നിനക്കൊരു നല്ലൊരു രാജാവാകാൻ കഴിയില്ല. അതുകൊണ്ട് രാജാവ് ആരാണ്? എല്ലാ സമസ്യകൾക്കും ഉപരിയായിരിക്കുന്ന സ്റ്റേജിൽ എത്തിച്ചേരുന്നത് ആരാണോ, ആ സ്റ്റേജ് കരസ്ഥമാക്കുന്നത് ആരാണോ, അവർക്ക് മാത്രമേ ഒരു രാജാവാകാൻ സാധിക്കുള്ളൂ. ഇത് കേട്ട് രാജകുമാരൻ ചോദിച്ചു, സ്വാമി, ആ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കും? ഉടൻ തന്നെ അതിന് മറുപടിയായി തപസ്വി പറഞ്ഞു, എപ്പോൾ നീ സ്വയം ഞാൻ മാസ്റ്റർ ജ്ഞാനിയാണ്, ഞാൻ മാസ്റ്റർ ശക്തിവാനാണ് അല്ലെങ്കിൽ സർവശക്തിവാനാണെന്ന് മനസ്സിലാക്കുന്നത്, അതോടൊപ്പം തന്നെ ഈ മുഴുവൻ വിശ്വത്തിൻ്റെയും പിതാവായ ഈശ്വരനുമായി മിലനം നടത്തി ആ ഭഗവാനെ ഓർമ്മിച്ച് ആ ഭഗവാന്റെ ഓർമ്മയിൽ മുഴുകിയിരിക്കുന്നത്, അപ്പോൾ നിന്റെ മേലുള്ള എല്ലാ പ്രോബ്ലങ്ങളും അതോടെ സമാപ്തമാകും. കാരണം നീ ആരാണ്? മാസ്റ്റർ ജ്ഞാനിയാണ്, മാസ്റ്റർ സർവശക്തിവാനാണ്, സ്വയം ഈശ്വരനുമായി യോഗം വെച്ച് ഈശ്വരന്റെ ഓർമ്മയിൽ ലയിച്ചിരിക്കുന്നവനാണ്. അപ്പൊ താങ്കൾ ആ ലവ്ലീന സ്ഥിതിയിലേക്ക് പോകൂ, ഈശ്വരന്റെ ഓർമ്മയിലേക്ക് മുഴുകൂ. ആ ഓർമ്മയിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് ആത്മാവിനെ ഒരു പ്രശ്നങ്ങൾക്കും സ്പർശിക്കുവാൻ സാധ്യമല്ല. പ്രശ്നങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായി സമാപ്തമാകും. ഇത് കേട്ട ആ ദിവസം മുതൽ തന്നെ രാജകുമാരൻ പ്രാക്ടീസ് ആരംഭിച്ചു. അതിരാവിലെ എഴുന്നേറ്റിരുന്ന് ധ്യാനം ചെയ്തു. സ്വയം ഞാൻ മാസ്റ്റർ നോളജിഫുൾ ആണെന്ന് മനസ്സിലാക്കി ഞാൻ രാജ്യത്തെ ചലിപ്പിക്കുകയാണ്, ഞാൻ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഞാൻ മാസ്റ്റർ നോളജിഫുൾ ആണ്, ഞാൻ രാജ്യം ഭരിക്കുകയാണ്. പിന്നെയോ, ഞാൻ സദാ പരമാത്മാവിന്റെ ഓർമ്മയിലിരിക്കുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ അവന്റെ മനസ്സ് ശക്തീകരിക്കപ്പെടുകയും അവൻ ഭാവന ചെയ്യുകയാണ്, തൻ്റെ രാജ്യത്തെ പ്രോബ്ലങ്ങളെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രജകളും മന്ത്രിമാരും എല്ലാവരും, തൊട്ടടുത്തുള്ള അയൽ രാജ്യത്തെ രാജാക്കന്മാരും എല്ലാം തന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അവരും അവരുടെ പ്രോബ്ലങ്ങൾക്ക് സൊല്യൂഷൻ കാണാൻ എൻ്റെ അരികിലേക്ക് വരുന്നു. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ പ്രാക്ടീസിന് അനന്തര ഫലമായിട്ട് ആ രാജകുമാരൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ലൊരു രാജാവായി തീർന്നു. അവൻ മനസ്സിൽ എന്താണോ ഭാവന ചെയ്തുകൊണ്ടിരുന്നത്
അതെല്ലാം പ്രാക്ടിക്കലാകാൻ തുടങ്ങി. പ്രജകൾക്കെല്ലാം സന്തോഷം, ആർക്കും ഒരു കംപ്ലൈന്റ് ഇല്ല. പിന്നെ രാജപരിവാരത്തിലും രാജസദസ്സിലുമുള്ളവർക്ക് സന്തോഷം, അവർക്കും യാതൊരു കംപ്ലൈന്റുകളില്ല. ഒരു ക്യൂവും ഇപ്പോൾ അദ്ദേഹത്തെ സ്പർശിക്കാതായി. അപ്പോൾ മറ്റു രാജ്യത്തെ രാജാക്കന്മാരും പറയാൻ തുടങ്ങി, പ്രജകളും പറയാൻ തുടങ്ങി, ഇതേപോലെ ശാന്തമായ സന്തുലിതമായ മനസ്സോടുകൂടിയുള്ള ഇത്രയും ജ്ഞാനിയായ ഒരു രാജാവിനെ ഇന്നേ വരേക്ക് ഞങ്ങൾ കണ്ടിട്ടില്ല. അതായത് ഇപ്പൊ യുവരാജൻ സത്യമായ യോഗി രാജാവായി മാറിക്കഴിഞ്ഞു. അതേസമയം അദ്ദേഹം രാജാവാണ്, യുവാവാണ്, അതേസമയം യോഗിയുമാണ്. അപ്പോൾ വാസ്തവത്തില് അദ്ദേഹത്തിന്റെ പ്രജകൾ ഒരു ഭക്തരെ പോലെ, പ്രജകളെല്ലാം ഭക്തരെ പോലെ ആ രാജാവിന്റെ അടുക്കിലേക്ക് വരാൻ തുടങ്ങി. കാരണം രാജാവിനെ അവർ കാണുന്നത് ദൈവത്തെ പോലെയാണ്. എന്ത് ചോദിച്ചാലും നൽകുന്ന ഒരു ദേവതയെ പോലെയായിരുന്നു ഇപ്പോൾ ആ രാജകുമാരൻ തന്റെ പ്രജകൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? സ്വയം നമ്മൾ ഓരോരുത്തരും മാസ്റ്റർ ജ്ഞാനിയാണ്, മാസ്റ്റർ സർവശക്തിവാനാണെന്നുള്ള സ്വരൂപത്തിലേക്ക് വരിക. എപ്പോഴാണോ നമ്മൾ നമ്മുടെ ആത്മാവിന്റെ ഉയർന്ന തലത്തിലേക്ക് എത്തുന്നത്, അപ്പോൾ മാത്രമാണ് നമുക്ക് പരിതസ്ഥിതികൾക്ക് ഉപരിയാകാൻ സാധിക്കുള്ളൂ. മാത്രമല്ല, നമ്മൾ ഈശ്വരനുമായുള്ള ആ കൂടിക്കാഴ്ചയുടെ ആ മിലനത്തിൽ നമ്മൾ മുഴുകിയിരിക്കുന്നത്, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ എന്തുകൊണ്ട് എങ്ങനെയെന്നുള്ള എല്ലാ ഉലച്ചിലുകളുടെ ക്യൂവിൽ നിന്നും നമുക്ക് ഉപരിയാകാൻ സാധിക്കും. അതുകൊണ്ട് അവ്യക്ത ബാബ്ദാദ കുട്ടികളായ നമ്മളോട് പറയുന്നു, മാസ്റ്റർ നോളജ്ഫുൾ, മാസ്റ്റർ സർവശക്തിവാൻ എന്നുള്ള സ്ഥിതിയിലിരുന്നു കൊണ്ട് ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള ക്യൂവിൽ നിന്നെല്ലാം പുറത്തു വന്ന് ബാബയോടുള്ള മിലനം ആഘോഷിക്കൂ. ആ ബാബയുമായുള്ള മിലനത്തിൽ ലയിച്ചിരിക്കൂ, ആ ലൗലീന സ്ഥിതിയിലിരിക്കൂ. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും സഹജമായി തന്നെ സമാപ്തമാകും. പിന്നീട് ഈ ലോകത്തിലെ വിശ്വത്തിലെ മുഴുവൻ ആത്മാക്കളിലും നിങ്ങളുടെ പ്രജകളുടെ എല്ലാം ക്യൂ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. സത്യത്രേതായുഗത്തിൽ പ്രജകളുടെ ക്യൂ, ദ്വാപര കലിയുഗത്തിൽ ഭക്തരുടെ ക്യൂ ഉണ്ടാവും. അതിനെന്ത് ചെയ്യണം? ആദ്യം സ്വയം നമ്മൾ ഓരോരുത്തരും ക്യൂവിൽ നിന്നും എസ്കേപ്പ് ആവുക. ക്യൂവിൽ നിൽക്കുന്നവന്റെ പിറകിലെ ആളുകൾ ഉണ്ടാവും അല്ലേ? അത് വലിയ ക്യൂ ആവും. അപ്പൊ ക്യൂവിൽ നിന്നും വേറിട്ടിരിക്കും. ക്ഷേത്രത്തിലെ ദേവത ക്യൂവിലല്ല, ഭക്തരെല്ലാം ക്യൂവിലാണ്. എന്ത് ചെയ്യണം? ഈ സംഗമയുഗത്തിൽ ബാബ്ദാദ നിർദ്ദേശമനുസരിച്ച് പരമാത്മാവിന്റെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുമ്പോൾ സ്വയം നമുക്ക് എല്ലാ ക്യൂവിൽ നിന്നും രക്ഷപ്പെടാം. അപ്പൊ ഈ മഹാവാക്യത്തിലെ ചില പ്രധാനപ്പെട്ട വരികൾ എന്താണ്? മാസ്റ്റർ നോളജ്ഫുൾ, മാസ്റ്റർ സർവശക്തിവാൻ എന്നുള്ള സ്റ്റേജിലിരിക്കൂ. അർത്ഥം എന്താണ്? സ്വയം നമ്മൾ അല്ലെ ഭഗവാൻ ആകുന്ന അച്ഛന്റെ കുട്ടിയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഭഗവാനെ പോലെ ജ്ഞാനത്തിലും ശക്തിയിലും സമ്പന്നമാണ്. ഞാനിന്റെ മാസ്റ്റർ സ്വരൂപമാണ്, ജ്ഞാനത്തിന്റെ മാസ്റ്റർ സ്വരൂപം, ശക്തികളുടെ മാസ്റ്റർ സ്വരൂപം. അപ്പൊ നമ്മൾ എന്താണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്? ഏതുപോലെ ബാബ സർവശക്തിവാനും സർവജ്ഞാനിയുമാണോ, അതുപോലെ ഞാനും ഭഗവാനെ പോലെ മാസ്റ്റർ ജ്ഞാനത്തിന്റെ സ്വരൂപവും ശക്തിയുടെ സ്വരൂപമായിട്ട് മാറി. അപ്പോൾ ആത്മവിശ്വാസത്താലും ആത്മശക്തിയാലും ഞാനിപ്പോൾ സമ്പന്നമാവണം. പിന്നത്തെ പോയിന്റ് എന്താണ്? ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള ക്യൂവിൽ രക്ഷപ്പെടണം. അപ്പൊ ഇന്ന് ലോകത്തിലെ ആളുകൾ ഇന്ന് പലതരത്തിലുള്ള ആഗ്രഹങ്ങളുടെ, പ്രശ്നങ്ങളുടെ ക്യൂവിലാണ്. അതുകൊണ്ട് അവരെല്ലാവരും പലതരത്തിലുള്ള യാചനകളിലും പ്രാർത്ഥനകളിലുമാണ്. മനോവികാരങ്ങളുടെ ക്യൂ അതുണ്ട്. ഇതിനെല്ലാം നമ്മൾ രക്ഷപ്പെടണം. അപ്പോ ആത്മാവായി ഞാനിപ്പോൾ ഈ ലോകത്തിന്റെ ആകർഷണത്തെല്ലാം ഉപരിയായി, എല്ലാ ബന്ധനങ്ങൾക്കും ഉപരിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു വിഷ്വലൈസേഷൻ ചെയ്യണം. പിന്നെ ബാബയോടൊപ്പം നമ്മൾ സദാ മിലനം ആഘോഷിക്കുന്നതിന്റെ ലഗനിൽ നമ്മൾ മുഴുകിയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. ഒരു ക്ഷണം പരമാത്മാവിന്റെ ഓർമ്മയിൽ, പരമാത്മാവിന്റെ കൂട്ടുകെട്ടിൽ യോഗയുക്തമായിരിക്കൂ. ഈ മിലനം ഏറ്റവും കൂടുതൽ ശക്തിശാലിയാണ്, സത്യതയുള്ളതാണ്, സർവശക്തിദായകമാണ്. ഇതിലൂടെയാണ്
ആത്മാവ് ശുദ്ധവും സശക്തവുമായി തീരുന്നത്? പിന്നെ അടുത്തത് ലൗലീൻ സ്ഥിതിയിലിരിക്കൂ. അതായത് പരമാത്മാവിന്റെ സ്നേഹത്തിൽ പൂർണ്ണമായി മുഴുകിയിരിക്കുന്ന അവസ്ഥ. അതായത് നമ്മൾ വെള്ളത്തിൽ പഞ്ചസാര കലക്കിയാൽ ആ മുഴുവൻ വെള്ളത്തിൽ അത് വ്യാപിക്കുന്നത് പോലെ പരമാത്മാവാകുന്ന ആ സ്നേഹത്തിന്റെ, അറിവിന്റെ, ശക്തിയുടെ സാഗരത്തിൽ നമ്മൾ പാലിലെ പഞ്ചാര പോലെ ലയിച്ചിരിക്കൂ. പാൽ പഞ്ചസാര ലയിക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ്, അല്ലേ? നമ്മുടെ ഭാവന എന്താണ്? മനസ്സ്, വാക്ക്, കർമ്മം, ഇത് മൂന്നിലും നമ്മൾ ഈശ്വരീയ ഗുണങ്ങൾ, അനുഭൂതി ഇതെല്ലാം കൊണ്ടുവരൂ. ഇതിനപ്പുറം മറ്റൊരു ചിന്ത നമ്മളിലേക്ക് വരാനേ പാടില്ല. അങ്ങനെ ചെയ്താൽ എന്താണ്? എല്ലാ കാര്യങ്ങളും സഹജമായി ഇല്ലാതാവും. നമ്മുടെ പ്രോബ്ലങ്ങൾ എന്നേക്കുമായി ഇല്ലാതാവും. അതുകൊണ്ട് നമുക്കൊരിക്കലും ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ വേണ്ടി പരിശ്രമിക്കേണ്ട ആവശ്യം വരുന്നതേയില്ല. കാരണം സാഹചര്യങ്ങൾ എപ്പോഴും നമുക്ക് താഴെയായിരിക്കും. ഒരിക്കലും ആ സാഹചര്യങ്ങളെ നമുക്ക് ചുമക്കേണ്ടതായിട്ട് വരില്ല. അങ്ങനെ ചെയ്താലോ നമ്മുടെ മുൻപിലേക്ക് പ്രജകളുടെയും ഭക്തരുടെയും ക്യൂ ഉണ്ടാവും. അതായത് ഇപ്പോൾ ആത്മാവ് സാക്ഷാൽ ദിവ്യതയെ ധാരണ ചെയ്യുന്നതിലൂടെ ആളുകൾ അവരിൽ നിന്നും ശക്തിയും ജ്ഞാനവും അനുഭവവും നേടുവാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കും. എന്താണ് ഇപ്പോൾ ഞാൻ സ്വയം ആരായി കഴിഞ്ഞു? ഈശ്വരന് സമാനം മാസ്റ്റർ ജ്ഞാനിയും പിന്നെ മാസ്റ്റർ സർവശക്തിവാനുമായി മാറി. അപ്പൊ നമ്മളിപ്പോ സേവ ചെയ്യേണ്ടതിന്റെ ആവശ്യമേ വരുന്നില്ല. കാരണം നമ്മൾ എന്തു ചെയ്യുന്നു അതെല്ലാം ഓട്ടോമാറ്റിക്കലി സേവയായി മാറുന്നു. ആത്മാവ് രാജാവായി മാറുകയാണ്. അപ്പോൾ പ്രജകൾ ആത്മാവിലേക്ക്, ആ രാജാവിൻ്റെ അടുക്കിലേക്ക് വരും. ഞാൻ സ്വയം ദേവതയായി മാറുകയാണ്. അപ്പോൾ ഭക്തർ എന്നിലേക്ക് വരാൻ തുടങ്ങും. അതിന് അവ്യക്ത പാലയുടെ റിട്ടേൺ എന്താണ്? സ്വയം നമ്മൾ ഓരോരുത്തരും ഈ സമയത്ത് പരമാത്മാവിന്റെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുക. ഓം ശാന്തി.